പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ നിരന്തര സമരം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ UDF കീരമ്പാറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നേക്കാട് കവലയിൽ നടന്ന പ്രതിഷേധത്തിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ച ഇടതു സർക്കാർ നയത്തിനെതിരെ നിരന്തര സമരം സംഘടിപ്പിക്കുമെന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ. UDF സംസ്ഥാന കമ്മിറ്റി സർക്കാരിന്റെ വിഹന നയങ്ങൾക്കെതിരെ ആഹ്വാനം നൽകിയിട്ടുള്ള നിരന്തര സമര പരമ്പരകളുടെ ഭാഗമായി UDF കീരമ്പാറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം പുന്നേക്കാട് കവലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെമ്പാടും ഇന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുൻപിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള കവലകളിൽ ഇതുപോലുള്ള രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുൻപിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ രാപ്പകൽ സമരം നടത്താനുള്ള കാരണത്തെക്കുറിച്ച് ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും എല്ലാം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേവരെ കാണാത്ത നിലയിലുള്ള വലിയ പ്രതിസന്ധികളെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാപ്പകൽ സമരം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനദ്രോഹ നിലപാടുകൾ തുറന്നു കാട്ടാനുള്ള മറ്റൊരു വേദിയായി ഈ രാപ്പകൽ സമരം മാറുകയാണ്. ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇന്നലെ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ടായത് ഇന്നലെയാണ്. ആ പ്രശ്നം കൂടി ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം കോതമംഗലത്ത് സവിശേഷമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ മൂന്നാർ രാജപാത, നമുക്കറിയാം ആലുവ മൂന്നാർ പഴയ രാജപാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിൽ വലിയ പിതാവിനെതിരെ കേസെടുത്തതിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടി വരികയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെമ്പാടും സമരങ്ങളുമായി കടന്നു വന്നിട്ടുള്ളത്. വനാതിർത്തി മേഖലയിലെ കർഷകരെ നിരന്തരം വേട്ടയാടുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ തയ്യാറാക്കിയ പദ്ധതികളും ചെറുകിട റോഡുകളുടെ പുനരുദ്ധാരണവും ഇടതു സർക്കാർ വെട്ടിക്കുറച്ചത് അംഗീകരിക്കാനാവില്ലെന്നും മനോജ് മൂത്തേടൻ പറഞ്ഞു. കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിനെതിരെ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്നും UDFന്റെ രാപ്പകൽ സമരം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനത്തിൽ മണ്ഡലം ചെയർമാൻ രാജു പള്ളിത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ഷിബു തെക്കമ്പുറം, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, PC ജോർജ്, റാണിക്കുട്ടി ജോർജ്, ബിനോയ് C പുല്ലൻ, ജോജി മുക്കാലി വീട്ടിൽ, PA മാമച്ചൻ, പ്രിൻസ് വർക്കി, ഗോപി മുട്ടത്ത്, മാമച്ചൻ ജോസഫ്, CJ എൽദോസ്, റീന ജോഷി, PT ഷിബി, ബിജു ചെറിയാൻ, ബിനോയ് മഞ്ഞമേക്കുടി, ബീന റോജോ, മഞ്ജു സാബു, എൽദോസ് മുണ്ടക്കേമാലിക്കുടി, ബേസിൽ പുത്തേത്ത്, VK വർഗീസ്, സാൻഡി ജോസ് എന്നിവർ പങ്കെടുത്തു. മീഡിയ സിസ്റ്റി കോതമംഗലം.